അരൂരിൽ ഗതാഗത നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. ദേശീയപാത 66-ൽ അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. KSRTC ബസ്സുകൾക്ക് നിയന്ത്രണം ബാധകമല്ല. അപ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്യാമപ്രസാദ് ഉത്തമൻ നമുക്ക് പറഞ്ഞുതരും. കാരണം രാവിലെ തന്നെ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. യാത്രക്കാരൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. അരൂർ തുറവൂർ ദേശീയപാതയിൽ ഇടയിൽ ഇപ്പോൾ ഉയരപ്പാത നിർമ്മാണം തകൃതിയായി നടക്കുകയാണ്. അതിനിടയിലാണ് വലിയ തോതിൽ ഇവിടെ ബ്ലോക്ക് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവിടെ അനുഭവപ്പെടുന്ന ബ്ലോക്ക് മൂലം നിരവധിയായിട്ടുള്ള ആളുകൾ അതിൽ ദുരിതം അനുഭവിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ടൂ വീലർ യാത്രക്കാരാണ്. കൂടാതെ മറ്റു വാഹനങ്ങളും ഏകദേശം 1.5 മുതൽ 3.5 മണിക്കൂർ വരെ ഇവിടെ ബ്ലോക്കിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ റോഡ് ഇപ്പോൾ പുനർനിർമ്മിക്കാൻ NHAI തീരുമാനമെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ റോഡിൽ ഒരു വശത്തൂടെയുള്ള ഗതാഗതം മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിന് പോലീസും അതോടൊപ്പം തന്നെ മറ്റ് ആളുകളും എല്ലാം തന്നെ ഇവിടെ കൃത്യമായിട്ട് നിന്ന് ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തോതിൽ ഗതാഗതക്കുരുക്കുണ്ടായെങ്കിൽ ഇപ്പോൾ അത്തരത്തിലൊരു വലിയൊരു ഗതാഗതക്കുരുക്കിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇവിടെ ഈ റോഡിന്റെ സൈഡിലുള്ള ടൈല് വിരി അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഗതാഗതം നിയന്ത്രിച്ചു വിടുന്നത്. നിലവിൽ ഈ വലിയ വാഹനങ്ങൾ ഈ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് വരുന്ന വലിയ വാഹനങ്ങളെ കടത്തിവിടുന്നില്ല. ആ വലിയ വാഹനങ്ങൾ ഇവിടെ നിന്ന് തിരിഞ്ഞ് ഏകദേശം വൈക്കം റോഡ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് മാറ്റണം എന്നാണ് നിർദ്ദേശിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ആളുകളോടൊക്കെ ചോദിക്കാം. ഇവിടുത്തെ ബുദ്ധിമുട്ടാണല്ലേ? രാത്രി ചെയ്യേണ്ട പരിപാടിയാണ്, രാവിലെ ചെയ്യണം. ഇവിടത്തെ അധികാരികൾക്കൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ ടാക്സ് വാങ്ങിക്കുന്നത്. റോഡ് ടാക്സ് വാങ്ങിച്ചിട്ട് നമ്മളെ തെണ്ടിക്കണ ഇടപാടാണ് കാണിക്കണത്. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രി ഫ്ലൈറ്റിലൂടെ പോകും, അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലൂടെ പോകും. സാധാരണക്കാരൻ എവിടെ ജനങ്ങൾ പോണ ഇതിലൂടെയാണ്. മനസ്സിലായില്ലേ? നമ്മളാണ് തെണ്ടണത്. എന്തായാലും വളരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് ആളുകളുടെ പ്രതികരണങ്ങളെല്ലാം. കാരണം ഇത്രയേറെ മണിക്കൂറുകൾ ഇവിടെ കാത്തുകെട്ടി നിൽക്കേണ്ട അവസ്ഥ. അവർ പറയുന്നതും റോഡിന് ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അടച്ചിട്ട് സുഗമമായ രീതിയിലുള്ളൊരു യാത്ര അവർക്ക് ലഭ്യമാകുന്നില്ല. അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ അരിശങ്ങളും അമർഷങ്ങളും അവർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ആളുകളെല്ലാവരും തന്നെ അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് പൊതുവെ സ്വീകരിക്കുന്നത്. കാരണം മണിക്കൂറുകൾ ഇവിടെ ബ്ലോക്കിൽ പെട്ടുകിടക്കേണ്ട അവസ്ഥ. കടുത്ത ചൂടുണ്ട്. ഈ കടുത്ത ചൂടിനിടയിലുമാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഈ മണിക്കൂറുകൾ ഈ ബ്ലോക്കിൽ പെട്ടുകിടക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നത് എന്നാണ്. നല്ല സുഖമല്ല ചേട്ടാ, ഇങ്ങനെയൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് നല്ല സൗകര്യമായിട്ട് എങ്ങനെ പോവാൻ നമ്മള്? അത്രയേറെ ബുദ്ധിമുട്ടോടുകൂടി തന്നെയാണ്. വലിയ ബുദ്ധിമുട്ടാണല്ലേ? വല്ലാത്ത ബുദ്ധിമുട്ടാ. ആകെ നരകയാതനയാ അനുഭവിക്കുന്നത്. മൊത്തം നശിപ്പിച്ചിട്ടേക്കണേണ് മൊത്തം ഈ പണി കാരണം. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇത്. യാത്രക്കാരുടെ പ്രതികരണങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ തീരില്ല. അത്രയേറെ യാത്രക്കാർക്ക് പറയാനുണ്ട്. അവർ പറയുന്നത് ഏറെ ബുദ്ധിമുട്ട്, നരകയാതന, ഇക്കാര്യങ്ങളെല്ലാം തന്നെയാണ്. അതിൽ ഇവർ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഇങ്ങനെയൊരു ഉയരപ്പാത ഇങ്ങനെ നിർമ്മിക്കുമ്പോൾ ഈ സമീപത്ത് കൂടെയുള്ള റോഡിന്റെ ഗതാഗതം അത് പരിപൂർണമായ രീതിയിൽ നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം NHAIക്കുണ്ട്. അതവർ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയേറെ വലിയ ഒരു ഗതാഗത കുരുക്കിൽ ഇവിടെ അനുഭവപ്പെടില്ല എന്ന കാര്യമാണ് യാത്രക്കാർ പങ്കുവയ്ക്കുന്നത്. മനോജ് മാടശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.